രണ്ടാമത്തെ യൂണിറ്റ് ബിസിനസ് ഫിനാൻസ് ഫീച്ചേഴ്സ് സ്കോപ്പ് ചലഞ്ചസ്. കഴിഞ്ഞ യൂണിറ്റിൽ എന്താണ് ഫിനാൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ് ബിസിനസ് ഫിനാൻസ് എന്നും അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ സ്കോപ്പുകളും സാധ്യതകളും അതിൻ്റെ നേരിടുന്ന ചലഞ്ചസ് വെല്ലുവിളികളും ഇത്രയും കാര്യമാണ് പറയുന്നത്. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഫിനാൻസ്, ബിസിനസ്സിൻ്റെ ക്യാഷ്, അത്രയേ ഉള്ളൂ. ഇവിടെ പഠിക്കുന്നത് ബിസിനസ് ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റാണ്. ബിസിനസ് ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മണി അത് മാനേജ് ചെയ്യുക. ഏത് രൂപത്തിൽ? ഇവിടെ കാണാം, ബിസിനസ് ഫിനാൻസ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് എ കമ്പനീസ് മണി. ഇതാണ് പോയിന്റ്. ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ആ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ മണി മാനേജ് ചെയ്യുന്നതിനാണ് ആ ബിസിനസ്സിൻ്റെ ബിസിനസ് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ്. ഈ രൂപത്തിൽ എന്തൊക്കെ ബിസിനസ്സിന് ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യം കിട്ടാവുന്ന രൂപത്തിൽ ബിസിനസ്സിൻ്റെ മണി മാനേജ് ചെയ്യുന്നതിനാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പെട്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറുകൾ തീരുമാനിക്കുന്ന പെട്ട്, ബിസിനസ്സിൻ്റെ മണിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെ ക്യാപിറ്റൽ എത്ര വേണം തീരുമാനിക്കണം, അത് എവിടെ നിന്നൊക്കെ എടുക്കണം, ഷെയർ വേണോ ഡിബഞ്ചർ വേണോ, അതിൻ്റെ കൃത്യമായ റേഷ്യോ എത്ര, ഡിവിഡൻഡ് എത്ര കൊടുക്കണം, എത്ര ക്യാഷ് ഇവിടെ വെക്കണം, ഇങ്ങനെ തുടങ്ങി പണവുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സിലെ മണിയുമായി ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെൻറ്റും ഈ ബിസിനസ് ഫിനാൻസിൽ പെട്ട്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിൻ്റെ ഫീച്ചേഴ്സുകൾ, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ്, ബിസിനസ് ഫിനാൻസിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എസെൻഷ്യൽ ഫോർ ബിസിനസ് ഓപ്പറേഷൻ എന്നാണ്. ബിസിനസ്സിൻ്റെ കയ്യിലുള്ള മണിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം അതന്നെയല്ലേ. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, അതിൻ്റെ മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ, എന്തൊക്കെ നടക്കണോ അതിനൊക്കെ ഈ ഫിനാൻസ് വേണം. അതോ ബിസിനസ് ഫിനാൻസിൻ്റെ ഫസ്റ്റ് സ്വഭാവമാണ്, ഫീച്ചറാണ് എസെൻഷ്യൽ ഫോർ ബിസിനസ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ്, ഇവിടെ കാണാം, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി ബിസിനസ് ആസ് ഇറ്റ് എൻഷുർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഡേ ടു ഡേ ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെ സ്മൂത്തായിട്ട് റൺ ചെയ്യിപ്പിക്കുന്നത് ഈ ഫിനാൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഫിനാൻസ് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങാൻ, എംപ്ലോയീസിന് വേജ് കൊടുക്കാൻ, മറ്റ് റെൻറ്റ് പോലത്തെ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കവർ ചെയ്യാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും ബിസിനസ്സിന് ഫിനാൻസ് വേണം. അതുകൊണ്ട് ബിസിനസ് ഫിനാൻസിൻ്റെ ഫസ്റ്റ് സ്വഭാവമാണ് എസെൻഷ്യൽ ഫോർ ബിസിനസ് ഓപ്പറേഷൻ. രണ്ടാമത്തെ സ്വഭാവമാണ് വൈഡ് സ്കോപ്പ്. വൈഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല ബിസിനസ് ഫിനാൻസ് എന്നത്. ബ്രോഡ് കൺസെപ്റ്റാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ബിസിനസ് ഫിനാൻസ്. ജസ്റ്റ് ക്യാഷ് ഇങ്ങനെ കൊണ്ടുവന്ന് ചിലവഴിക്കാമെന്ന് മാത്രമല്ല, ഇതിൽ പിന്നെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എത്ര ഉണ്ട് നോക്കണം. ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഫണ്ടിൻ്റെ സോഴ്സ് എവിടെ നിന്ന് നോക്കണം. ആ സോഴ്സിന് തന്നെ അതിൻ്റെ കൃത്യമായ റേഷ്യോ ഏത് രൂപത്തിൽ നമ്മൾ എടുക്കണം നോക്കണം. ഞാൻ എടുത്ത ക്യാഷ് ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് കൃത്യമായ അലോക്കേഷൻ, എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അത് ലാസ്റ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇതിൻ്റെയൊക്കെ പുറമെ സമൂഹത്തിനുള്ള റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ച അതുപോലെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമം അധികരിപ്പിക്കാൻ എന്ത് ചെയ്യണം, കോസ്റ്റ് കൺട്രോള്, പിന്നെ ആ രാജ്യത്തെ നിയമപരമായ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് അതിനെ ഫോളോ ചെയ്യാം. ഇങ്ങനെ തുടങ്ങി ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് കൺസെപ്റ്റാണ്, വൈഡ് സ്കോപ്പാണ്, നാരോ കൺസെപ്റ്റ് അല്ല, വിശാലമായൊരു ഏരിയയാണ് എന്നർത്ഥം. നെക്സ്റ്റ് സ്വഭാവമാണ് ഇൻവോൾവ്സ് റൈസിങ് ആൻഡ് യൂസിങ് ഫണ്ട്സ്. അതായത് ബിസിനസ് ഫിനാൻസിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യമുള്ളത്. ഒന്ന് ഫണ്ട് റൈസ് ചെയ്യുക, നമ്മൾ ഫിനാൻസ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, കളക്ട് ചെയ്യുക എന്ന് മാത്രമല്ല അതിനെ യൂസിങ്ങോടും ബിസിനസ് ഫിനാൻസിൽ പെട്ടതാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ, ഒരു ബിസിനസ്സിലുള്ള ഫിനാൻഷ്യൽ മാനേജറുടെ അയാളുടെ ഡ്യൂട്ടിയാണ് എന്ത്, രണ്ട് ഡ്യൂട്ടികൾ. അതായത് ബോത്ത് റൈസിങ് ദ ഫണ്ട് ആൻഡ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഡെപ്റ്റ് എത്ര വേണം, ഇക്വിറ്റി എത്ര വേണം, അതല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൻഡ് ഏണിങ്സ് പുറമൊന്നും കടക്കാതെ നമ്മുടെ ലാഭം തന്നെ ഇവിടെ വെച്ചാൽ മതിയോ. അതുപോലെ ഈ റൈസ് ചെയ്ത ഫിനാൻസുകൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, വേജസ് ആ രൂപത്തിലേക്ക് കൃത്യമായി അലോക്കേറ്റ് ചെയ്തിട്ട് ആ യൂസിങ് ഓഫ് ഫണ്ടും കൂടി ഈ ബിസിനസ് ഫിനാൻസിൻ്റെ അണ്ടറിൽ വരുന്ന സംഗതിയാണ്. അപ്പോൾ ആ യൂസിങ്ങിൽ പ്രോപ്പർ കൃത്യമായ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ഫണ്ട്, പരമാവധി വേസ്റ്റ് എക്സ്പെൻസുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഗോളാകുന്ന
മാക്സിമം വെൽത്ത് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ആ ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഫണ്ടിനെ യൂസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ നിലയ്ക്ക് ഫണ്ട് റൈസ് ചെയ്യുക, അത് ഏറ്റവും പരമാവധി ലാഭം ഉണ്ടാക്കുന്ന പറ്റുന്ന രൂപത്തിൽ വേസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് അതിനെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് റൈസിങ് ആൻഡ് യൂസിങ് ഓഫ് ഫണ്ട്. അപ്പോൾ ബിസിനസ് ഫിനാൻസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഈ ഒരു പ്രവർത്തനം ഉൾക്കൊള്ളുന്ന അതിൻ്റെ അടുത്തൊരു ഫീച്ചർ. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഇൻവോൾവ് റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ളൊരു ഏർപ്പാടാണ്. അതുപോലെ അൺസെർട്ടനിറ്റി, നമുക്ക് ഭാവി എന്തെന്ന് പ്രവചിക്കാൻ പറ്റില്ല. അതിൻ്റെ വലിയൊരു കാരണം ഫ്യൂച്ചർ, നമ്മളൊരു സ്ഥലത്ത് ബിസിനസ് ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിൻ്റെ റിട്ടേൺ, ഭാവിയിൽ റിട്ടേൺ എന്താവെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടിന് റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. അതുപോലെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ, മാർക്കറ്റിൽ എപ്പോഴും അവസ്ഥകൾ മാറാം. നമ്മളെ പ്രൊഡക്റ്റ് പറ്റ ഡൗൺ ആവാം, സെയിൽസ് കുറയാം, പിന്നെ എന്ന് മാത്രമല്ല നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് പെട്ടെന്ന് കൂടാം കുറയാം, ഇൻഫ്ലേഷൻ ഉണ്ടാകാം, പിന്നെ പെട്ടെന്ന് എക്കണോമിക് കണ്ടീഷൻ, രാജ്യത്തെ എക്കണോമിക് കണ്ടീഷൻ സ്ലോ ഡൗൺ ആവാം, അല്ലെങ്കിൽ രാജ്യത്തിലെ ഗവൺമെൻറ് അവരുടെ ഫിനാൻഷ്യൽ പോളിസീസ് മാറ്റം വരുത്താം. ഇങ്ങനെ ഒരുപാട് റിസ്ക്കുകളുള്ള ഒരു ഏരിയയാണ് ഈ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് വെച്ചിരിക്കുക, ലോൺ എടുത്തിട്ടുണ്ടാവും, പെട്ടെന്ന് ആയിക്കാരം ഇൻട്രസ്റ്റ് ഉയരൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിബഞ്ചർ സുരക്ഷ പെട്ടെന്ന് എല്ലാവരും നമ്മളെ ഡിബഞ്ചർ തിരിച്ചെടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാം. ഈ രൂപത്തിൽ പല നിലക്കുള്ള റിസ്ക്കുകളും അൺസെർട്ടനികൾ, നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിസ്ക്കുകൾ ഒഴിവാക്കാൻ എഫക്റ്റീവ് റിസ്ക് അനാലിസിസ് ഒരു ബിസിനസ് ഫിനാൻസ് മാനേജർ നടത്തണം. എന്നിട്ട് ആ റിസ്ക് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പരമാവധി മറികടന്ന് ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്തും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ബിസിനസ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടാക്കണം. അപ്പോൾ ബിസിനസ് ഫിനാൻസിൻ്റെ മറ്റൊരു സ്വഭാവമാണ് റിസ്ക് ഉണ്ട്, സിമ്പിളല്ല, അൺസെർട്ടനിറ്റി ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് കണ്ടിന്യൂസ് പ്രോസസ്സ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് കഴിയുന്ന പരിപാടിയില്ല. നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, ഫ്രം ദ ഇൻസെപ്ഷൻ ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് തുടങ്ങുന്ന അന്ന് മുതൽ നമുക്ക് പണം ആവശ്യമുണ്ട്. അപ്പോൾ അന്ന് മുതൽ ക്യാപിറ്റൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഡീഷണൽ ബിസിനസ് വളരുന്നതനുസരിച്ച് അഡീഷണൽ ക്യാപിറ്റൽ വേണ്ടി വരും. ഇങ്ങനെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക, ഡേ ടു ഡേ സാലറി കൊടുക്കുക, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, ഇങ്ങനെ ഫണ്ടിൻ്റെ അലോക്കേഷൻ എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സ് പറഞ്ഞാൽ ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് ഒറ്റ ദിവസം കൊണ്ടോ ഒരു സന്ദർഭത്തിലോ തീരുന്ന സംഗതിയല്ല. അത് ശരിക്കൊരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾപ്പെട്ടതാണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അലോക്കേഷൻ ഓഫ് ഫണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിൻ്റെ മോണിറ്ററിങ്, പിന്നെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ചിലപ്പോൾ അവിടുന്ന് റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ബിസിനസ് ഫിനാൻസിൻ്റെ ഫീച്ചേഴ്സുകൾ പഠിച്ചു. നെക്സ്റ്റ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിടുത്തുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ബിസിനസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ. ഇവിടെയൊക്കെ ബിസിനസ് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാനേജിങ് ആണ്. അപ്പോൾ ബിസിനസ് ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ അണ്ടറിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതാണ് ഈ സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പോയിൻ്റൊക്കെ അടുത്ത ഓരോ യൂണിറ്റിലും ചിലപ്പോൾ ഓരോ യൂണിറ്റായിട്ട് തന്നെ വരുന്ന പോയിൻറ്റുകളായിരിക്കും. ഇവിടെയൊക്കെ ജസ്റ്റ് നമുക്ക് തന്നെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ഈ ഇൻട്രൊഡക്ഷനെ വിശാലമായ ചർച്ചയായിരിക്കും ഇനി വരുന്ന യൂണിറ്റുകളിൽ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഒരു ബിസിനസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഒരു ഡ്യൂട്ടിയാണ്, അവർ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയും. കാരണം നമ്മുടെ ക്യാഷ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഫിക്സഡ് അസറ്റ് വാങ്ങണം, അല്ലെങ്കിൽ എവിടേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുന്ന രൂപത്തിൽ എവിടേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഫിനാൻഷ്യൽ മാനേജർ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്, അവരുടെ സ്കോപ്പിൽ പെട്ടതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുക, അതിന് ഇവാലുവേഷൻ നടത്തുക ആൻഡ് സെലക്ഷൻ നടത്തുക. അപ്പോൾ ഐഡൻറ്റിഫൈ, ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഈൽഡ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മളെ ഒരു 10 രൂപ 10% ഇൻട്രസ്റ്റിനാണ് നമ്മളൊരു ഡിബഞ്ചർ എടുത്തതെങ്കിൽ അല്ലെങ്കിൽ ലോൺ എടുത്തതെങ്കിൽ
അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സ്ഥലത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് അവിടെ അതിനെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. നേരത്തെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവിടെ ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ്. അതായത് എത്രത്തോളം ഫണ്ട് നമുക്ക് വേണമെന്ന് കണ്ടെത്തുക, അതിൻ്റെ ഒപ്റ്റിമൽ മിക്സ് ഡെബ്റ്റ് ഇക്വിറ്റി എത്രത്തോളം. ഈ ഡെബ്റ്റ് ഇക്വിറ്റി മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് 10 ലക്ഷമാണെങ്കിൽ ഫുള്ളായിട്ട് ഡെബ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇക്വിറ്റി ആക്കണോ, അല്ലെങ്കിൽ എത്രയാണ് മിക്സ് എത്ര റേഷ്യോ എത്ര, ഇത് തീരുമാനിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റ് അത് എത്ര ഷെയർ ഹോൾഡേഴ്സിന് എത്ര കംപ്ലീറ്റ് കൊടുക്കണോ, അതല്ല ഇവിടെ കുറച്ച് റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് വെക്കണോ, അതല്ല എല്ലാം ഇവിടെ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് വെക്കണോ എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ആൻഡ് നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എത്ര ക്യാഷ് വെക്കണം. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം കളക്ട് ചെയ്താൽ 10 ലക്ഷം വ്യത്യസ്ത സ്ഥലത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട്, ഒബ്ലിഗേഷൻസിന് വേണ്ടിയിട്ട് കയ്യിൽ എത്ര ക്യാഷ് വെക്കണം. കയ്യിൽ ഒരുപാട് ക്യാഷ് വെറുതെ വെക്കാൻ പറ്റില്ല. കാരണം ഈ ഓരോ പൈസക്കും നമ്മൾ വർഷം ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ കോസ്റ്റുള്ള സംഗതിയാണ് ഈ ക്യാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിനാൻസ് വെറുതെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വെക്കാനും പറ്റില്ല. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇല്ലാഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ പെട്ടെന്നൊരു ഒബ്ലിഗേഷൻ വരുമ്പോൾ അതിനെ നമുക്ക് നേരിടാൻ കഴിയാഞ്ഞാൽ റിസ്ക് വരും. അപ്പോൾ കറണ്ട് അസറ്റായിട്ട്, സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ ഇൻവെൻട്രീസ് ആയിട്ടൊക്കെ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഐ മീൻ ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയും, ഒരു ഫിനാൻഷ്യൽ മാനേജറാണ്. ഓക്കെ, അപ്പം ഇത് പ്രധാനപ്പെട്ട 3 ലിക്വിഡിറ്റി ഡിസിഷനും, തൊട്ടുമുമ്പ് പഠിച്ച പ്രോഫിറ്റ് അലോക്കേഷനും, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബജറ്റ്. അപ്പോൾ ഈ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതുപോലെ ഫിനാൻഷ്യൽ ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇനി എൻ്റെ കൂടെയുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞാൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കുകൾ ഉൾക്കൊണ്ടൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ ഐഡൻറ്റിഫൈങ്, അനലൈസിങ്, മിറ്റിഗേറ്റിംഗ് വേരിയസ് ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ബിസിനസ്സിൻ്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സാമ്പത്തികപരമായ ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടാവും. ആ റിസ്ക്കുകൾ കണ്ടെത്തുക, അതിനെപ്പറ്റി കൃത്യമായ അനലൈസിങ് നടത്തുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കുക. ഇതും ഒരു ബിസിനസ് ഫിനാൻഷ്യൽ മാനേജറുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫിനാൻസിൻ്റെ സ്കോപ്പിൽ പെട്ടതാണ്. ഇതിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട റിസ്ക്കുകൾ ഉണ്ടാകും, പിന്നെ ക്രെഡിറ്റ് റിസ്ക്കുകൾ ഉണ്ടാകും. നമ്മൾ ആളുകൾക്ക് കടം കൊടുത്ത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ ക്യാഷ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കസ്റ്റമറുടെ നോൺ പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ ഇതുപോലെ ഒരുപാട് റിസ്ക്കുകൾ വരും. ആ റിസ്ക്കുകൾ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കാണലും ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് പ്ലാനിങ്, അതായത് ഭാവിയിലേക്ക് എത്ര ഫിനാൻസ് നമുക്ക് വേണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ പുതിയ പ്ലാനോ പദ്ധതിക്കനുസരിച്ചിട്ട് നമുക്ക് എത്ര ഫിനാൻസ് വേണമെന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അത് എങ്ങനെയൊക്കെയാണ് റൈസ് ചെയ്യുക എന്നുള്ളത് പിന്നീട് കണ്ടെത്തണമല്ലോ. അപ്പോൾ ആ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇതിൻ്റെ സ്കോപ്പിൽ പെട്ടതാണ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആൻഡ് ഗവേണൻസ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ സ്ട്രക്ചർ തന്നെ മൊത്തം മാറുന്ന രൂപത്തിലുള്ള ഓൾട്ടർ ചെയ്യുന്ന പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സുമായിട്ട് മെർജിങ് നടത്തുക, അല്ലെങ്കിൽ മറ്റേ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. ഇതുപോലത്തെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സൊക്കെ ഒരുപാട് ജാഗ്വർ പോലത്തെ കമ്പനികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അക്വസിഷൻ ആൻഡ് മെർജർ എന്ന പരിപാടി. ഇതുപോലത്തെ സ്ഥാപനത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മൊത്തം മാറുന്ന കൊടുത്ത വലിയ പരിപാടികളും. അതുപോലെ ഗവേണൻസ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുക. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുക പോലത്തെ കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടെ ആ ഒരു വിഷയം കഴിഞ്ഞ്, സ്കോപ്പുകൾ കഴിഞ്ഞു. നെക്സ്റ്റ് ചലഞ്ചസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസ് നേടുന്ന ചലഞ്ചസുകൾ, അതിൻ്റെ വെല്ലുവിളികൾ. ഇത് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാ ഒരു പലചരക്കട നടത്തുന്ന ഒരാളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാകും ഒരു ഫിനാൻസിൻ്റെ റിസ്ക് എന്തൊക്കെയാണ്. ഏറ്റവും വലിയ റിസ്ക്കാണ് മെയിൻറ്റെയിനിങ് അഡിക്വേറ്റ് ക്യാഷ് ഫ്ലോ. കൃത്യമായി ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒബ്ലിഗേഷൻസ് വരുമ്പോൾ, ലൈക്ക് റെൻറ്റ് കൊടുക്കണം, സപ്ലൈസിൻ്റെ പേയ്മെൻറ്റ് നൽകണം, അല്ലെങ്കിൽ സാലറി കൊടുക്കണം, ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിന് ക്യാഷ് ഫ്ലോ നടക്കാൻ വേണ്ടിയുള്ള ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക.
നോർമലി നമ്മൾ വിചാരിക്കുന്ന ഒരു ക്യാഷ് നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് തരാനുള്ള കസ്റ്റമേഴ്സ് പെട്ടെന്ന് ക്യാഷ് തരേണ്ട ദിവസം തരാത്തതുണ്ടാകും. പെട്ടെന്ന് സ്റ്റോക്ക് വാങ്ങിക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസുകൾ വരും. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോഴാണ് ക്യാഷ് പെട്ടെന്ന് കയ്യിലില്ലാത്ത അവസ്ഥ വന്നിട്ട് ഒരു വെല്ലുവിളി റിസ്ക് വരുന്നൊരു സാഹചര്യം. അപ്പോൾ വലിയൊരു ചലഞ്ചാണ് മെയിൻറ്റെയിൻ അഡിക്വേറ്റ് ക്യാഷ് ഫ്ലോ. ആവശ്യമുള്ള ക്യാഷ് എപ്പോഴും കയ്യിൽ റെഡിയാക്കി വെക്കുക. ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റാണ് മാനേജിങ് ഫിനാൻഷ്യൽ റിസ്ക്കുകൾ. ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള റിസ്ക്കുകളുണ്ട്. ഈ റിസ്കിനെ മെയിൻറ്റെയിൻ ചെയ്യുക. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറുക, അല്ലെങ്കിൽ വിദേശ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ കറൻസീൻ്റെ റേറ്റിലുണ്ടാകുന്ന പെട്ടെന്നുള്ള റിസ്ക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പൈസ കിട്ടാത്ത അവസ്ഥ, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ പ്രൈസിലാണ് വലിയ ചേഞ്ച്, ഇതുപോലത്തെ ഒരുപാട് ഫിനാൻഷ്യൽ റിസ്ക്കുകൾ ഉണ്ടാവും. ആ റിസ്കിനെ മാനേജ് ചെയ്യാം. നെക്സ്റ്റ് അസസിങ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ടിങ്. ആക്സസിങ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ടിങ്, അതായത് ക്യാപിറ്റൽ കണ്ടെത്തുക. ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിന് ആവശ്യമുള്ള ക്യാപിറ്റൽ കണ്ടെത്തുക. ക്യാപിറ്റൽ കണ്ടെത്തുന്നതിൽ ഒരുപാട് റിസ്ക്കുകളുണ്ട്. അതായത് നോർമലി ക്യാപിറ്റൽ നല്ല കോസ്റ്റ് ആയിരിക്കും. ബാങ്കിൽ പോയിട്ട് നമ്മൾ ലോൺ ചോദിച്ചാലും അല്ലെങ്കിൽ ഡിബെഞ്ചറിനൊക്കെ അവരൊക്കെ വളരെ നല്ല ഇൻട്രസ്റ്റും പെട്ടെന്ന് റീപേയ്മെൻറ്റൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ, മാക്സിമം കുറഞ്ഞ കോസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ ഉള്ള ക്യാപിറ്റലിനെ കണ്ടെത്തുക. അതിൽ ഡെപ്റ്റും പെട്ട് ഇക്വിറ്റി എല്ലാം പെട്ട്. നേവിഗേറ്റിംഗ് എക്കണോമിക് അൺസർട്ടനിറ്റി. നമുക്കറിയാം സാമ്പത്തിക പല അൺസർട്ടനിറ്റിയും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും. ഇൻഫ്ലേഷൻ ഉണ്ടാകും, ഇവിടുത്തെ റിസഷൻ ഉണ്ടാകും, ഗവൺമെൻറ് പോളിസി ചേഞ്ച് ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല സംഗതികളും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കും. ഈ കണ്ടീഷനൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഫിനാൻസിനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ബിസിനസ് തളരാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങളും ബജറ്റുകളും റെഡിയാക്കി വെക്കുന്നതിനാണ് നേവിഗേറ്റിംഗ് എക്കണോമിക് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. മേക്കിംഗ് ഒപ്റ്റിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ബിസിനസ്സിൻ്റെ കയ്യിൽ നമ്മൾ ഫിനാൻസ് ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഫണ്ട് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മളെടുത്തുണ്ടാകും. പക്ഷേ അത് വലിയൊരു ചലഞ്ചാണ്. നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കിട്ടുന്ന, ഭാവിയിൽ നമുക്ക് ലാഭം കിട്ടുന്ന പ്രൊജക്റ്റ് ഏതാ എന്ന് കണ്ടെത്തൽ. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ടീമാണെങ്കിൽ അവർ കുറേ ക്യാഷ് റെഡിയാക്കി വെച്ച് ലോണൊക്കെ എടുത്തിട്ട്, പക്ഷേ ഏത് ഇതിൽ പോയിട്ട് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ പോയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കണം, ഫ്ലാറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ്. അപ്പോൾ അത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. ഭാവിയിൽ നമുക്ക് ലാഭം കിട്ടുന്ന പ്രൊജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ഒരു പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കണം. നെക്സ്റ്റ് റിസ്ക്കാണത്. അടുത്ത അച്ചീവിങ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ക്യാപിറ്റലുള്ള ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനോട് യോജിച്ച ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ കണ്ടെത്തുക. 10 ലക്ഷം ക്യാപിറ്റൽ വേണ്ട ഒരു ടീം മുഴുവനും ഡെപ്റ്റ് ആക്കുക, ചിലപ്പോൾ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മുഴുവൻ ഇക്വിറ്റി ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ 50-50 അല്ലെങ്കിൽ 60-40 എന്നുള്ളോ ഓരോ സ്ഥാപനത്തിനും യോജിച്ച ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ റേഷ്യോ കണ്ടെത്തുക. നെക്സ്റ്റ് കോംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി അഡ്ഹിയറൻസ്. നാട്ടിലെ റെഗുലേഷനും നിയമങ്ങളുണ്ടാകും, അതിനെ അനുസരിക്കുക. പക്ഷേ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ടാക്സിൻ്റെ ബേർഡൻ നമ്മളെടുത്ത് വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായി ഈ നിയമങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുകൊടുക്കുക. ചിലപ്പോൾ നിയമത്തിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും വലിയ ഫൈനോ അല്ലെങ്കിൽ കോടതി നടപടികളോ ഇങ്ങനെ ഒരുപാട് റിസ്ക്കുകൾ പലപ്പോഴും വരും. കേസുകളൊക്കെ വരും. ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്നോ GSTൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോയുമായി ബന്ധപ്പെട്ടോ ഇങ്ങനത്തെ കുരുക്കുകൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാന്നൊക്കെ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ റിസ്കിൽ പെട്ടതാണ്. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു.